ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതുകൂടെ ഇനിയുമുണ്ട് കോടതി അയാളെ വിചാരണ ശ്രീജിത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് ഇത് സംസാരിക്കരുത്. ശ്രീജിത്തിനെ എല്ലാ രീതിയിലും ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുന്നത്? വേടൻ എന്ന് പറഞ്ഞ വ്യക്തി പീഡനത്തിന്, അതായത് സ്ത്രീ പീഡനത്തിന്, അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിന് അറസ്റ്റിലായ വ്യക്തിയാണ്. ഇപ്പൊ ഈ ദിലീപ് എന്ന് പറയുന്ന അദ്ദേഹം കൊട്ടേഷൻ കൊടുത്തു എന്ന് ആരോപിക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ നിയമത്തിന്റെ മുന്നിൽ, അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുള്ളിക്കാരൻ തെറ്റുകാരനല്ല എന്ന് നമ്മുടെ കോടതി വിധിച്ച് പുള്ളിക്കാരൻ കുറ്റവിമുക്തനാക്കപ്പെട്ടതാണ്. അപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട ആൾ കുറ്റക്കാരനാണ്, പക്ഷെ പീഡിപ്പിച്ച വേടൻ കുറ്റക്കാരനല്ല. എന്തൊരു ന്യായമാണിത്? അവരെന്നിട്ട് പറയുന്നത് കേട്ടില്ലേ, ദിലീപും വേടനും ഒരുപോലെയല്ല. അതല്ല, കാരണം ദിലീപ് പീഡിപ്പിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിച്ച ആളുകൾ രക്ഷപ്പെട്ടാലും ദിലീപ് രക്ഷപ്പെടാൻ പാടില്ല. ഇത് ഭയങ്കര ന്യായമാണല്ലോ ചേച്ചി. ഇത് എന്താണിത്? ഇതിപ്പോ ദിലീപിന്റെ ഒരു സിനിമയിലെ ഡയലോഗുണ്ട്, കുറ്റക്കാരൻ ദിലീപ് ആകണമെന്നൊരു തീരുമാനമുള്ള പോലെ അല്ലേ? ഇപ്പോൾ ഒരുപാട് എന്താ പറയാ, ഒരുപാട് ഇത് നടക്കുന്നുണ്ട്. നമ്മളെപ്പോഴും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്, അതിന് മാറ്റമില്ല. പക്ഷേ നിരപരാധികളെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ കോടതി വിധിച്ചു. പിന്നെയും അദ്ദേഹത്തെ ക്രൂശിക്കുന്നതിൽ എന്ത് ഇതാണുള്ളത് അല്ലേ? പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ?